ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. എന്നിട്ട് മറ്റേ ത്രാസിൽ എന്റെ അബൂബക്കറിന്റെ ഈമാൻ വെച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തൊരു ഈമാനാ പടച്ചവന്. അല്ലാഹുവേ, പടച്ചവനെ, മണിയറയിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. ചെറുപ്പക്കാരുകൾ അല്ലാഹുവേ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോയവരുണ്ട്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ മുഖത്ത് ഉമ്മ കൊടുത്തിട്ട് രണാങ്കണത്തിൽ ഇറങ്ങിപ്പോയവരുണ്ട്. ഇങ്ങനെയുള്ള സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ഈമാനിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തിട്ടൊരു ത്രാസിൽ വെച്ചാൽ, മറ്റേ ത്രാസിൽ എന്റെ അബൂബക്കറിന്റെ ഈമാൻ വെച്ചാൽ നിങ്ങൾ സർവരും പരാജയപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അബൂബക്കർ തങ്ങളുടെ ഈമാനിന്റെ മുന്നിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും ആ സ്വഹാബിയുടെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല. ആ അബൂബക്കറിന്റെ ഈമാൻ എങ്ങനെയായിരുന്നു? ആ അബൂബക്കർ തങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? ആ അബൂബക്കർ ജീവിച്ചത് ആർക്ക് വേണ്ടി എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വർഗ്ഗത്തെ കുറിച്ച് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് ദുഇയ മിൻ അബ്വാബിൽ ജന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗ്ഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് സ്വർഗ്ഗത്തെ കുറിച്ച് തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ. സ്വർണ്ണവും വെള്ളിയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ. അവരെ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും അവരെ നാളെ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. നമസ്കരിക്കുന്നവന് പോകാൻ, 5 നേരം നിസ്കരിച്ചവന് കടന്നു പോകാൻ സ്വർഗ്ഗത്തിലൊരു കവാടമുണ്ട്. സദഖ കൊടുത്തവന് പോകാൻ സ്വർഗ്ഗത്തിലൊരു കവാടമുണ്ട്. നോമ്പ് പിടിച്ചവന് കടന്നു പോകാൻ സ്വർഗ്ഗത്തിലൊരു കവാടമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്തവന് പോകാൻ, ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഓരോ നന്മകൾ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു ചില കവാടങ്ങൾ വെച്ചിട്ടുണ്ട്. അവര് നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ സ്വർഗ്ഗത്തിന്റെ കവാടം ഇങ്ങനെ മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗ്ഗത്തിന്റെ കവാടത്തില് ഓരോ കവാടങ്ങളിലും ഓരോ വിഭാഗങ്ങളാണ് കടന്നു പോകുന്നത്. അത് ഇന്ന ഇന്ന നല്ല കാര്യം ചെയ്യുന്നവർക്കാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ 8 കവാടവും മാടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ? സ്വർഗ്ഗത്തിന്റെ 8 കവാടം. നിസ്കരിച്ചവന് പോകാൻ ഒരു കവാടം, നോമ്പ് പിടിച്ചവന് പോകാൻ ഒരു കവാടം, മാതാപിതാക്കളെ സ്നേഹിച്ചവന് പോകാൻ ഒരു കവാടം. റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു, നമ്മുടെ വാപ്പ സ്വർഗ്ഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം ആരുടെ കാൽച്ചുവട്ടിലാ കിടക്കണേ? ആരുടെ? ഉമ്മ. അപ്പൊ ഉമ്മയ്ക്ക് മാത്രമേ വിലയുള്ളൂല്ലേ? സ്വർഗം കിടക്കുന്നത് ഉമ്മാടെ കാൽച്ചുവട്ടിൽ. എങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള നടുക്കത്തെ വാതിലേതാ? അത് നമ്മുടെ വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2 പേരുടെ പൊരുത്തുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പാടെ കബറിടം, മാതാപിതാക്കളുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ ഇത് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ,
ആർക്കെങ്കിലും ഈ 8 കവാടങ്ങളിലൂടെ കയറിപ്പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാ കാര്യങ്ങളും ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടവും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. അതാ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, യാ അബ്ദല്ലാഹ് ഹാദൽ ഖൈർ. നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുകയാണ്. യാ അബ്ദല്ലാഹ്, അള്ളാന്റെ അടിമേ, എന്നിലൂടെ കയറിപ്പോ, എന്നിലൂടെ കയറിപ്പോ. എല്ലാ കവാടവും ഒരുമിച്ച് വിളിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു, നഅം, അബൂബക്കറെ, അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വഅർജു അൻ തകൂന മിൻകും. അബൂബക്കറെ, അങ്ങനെ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ, ഏത് കാര്യം പറഞ്ഞാലും ഒന്നാമനായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു. ഇശാ നമസ്കാരമല്ല, ളുഹർ നമസ്കാരമല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാ, സഹാബത്തിനറിയാ സുബഹി കഴിഞ്ഞിട്ട് പ്രവാചകൻ തിരിച്ചിരിക്കാറുണ്ട്, എന്നിട്ട് അവിടുന്ന് നസീഹത്തുകൾ കൊടുക്കാറുണ്ട്, പല കാര്യങ്ങളും പ്രവാചകൻ അവിടുന്ന് ചോദിക്കാറുണ്ട്. സുബഹി നമസ്കരിച്ചിട്ട് മസ്ജിദുൻ നബവിയിലെ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ മൻ അസ്ബഹ മിൻകും യൗമുസ്സായിം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ളത്? നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരായിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്ത് മുഴുവനും മിണ്ടാതെ ഇരിക്കുകയാ. എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, എല്ലാ സഹാബാക്കളും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് നോമ്പുകാരായിട്ടുള്ളത്? എല്ലാവരും മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഇന്നലെ നോമ്പുണ്ടായിരുന്നു പടച്ചവനെ, പലരും തലേ ദിവസം നോമ്പ് പിടിച്ചവരാണ്. പ്രവാചകൻ ചോദിച്ചു, ഇന്ന് നോമ്പ് പിടിച്ച ആരുണ്ട്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്ക് ഇന്നലെ നോമ്പായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇല്ല, ഇന്നാരാ നോമ്പ് പിടിച്ചത്? എല്ലാവരും മിണ്ടാതെ ഇരിക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, എനിക്കിന്ന് നോമ്പാണ് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി ചോദിക്കുകയാ. അവിടുന്ന് ചോദിച്ചു, സഹാബാ, ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരാ ഉള്ളത്? ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? സുബഹിയുടെ നമസ്കാരം കഴിഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്ന് രോഗസന്ദർശനം നടത്തിയതാരാണ്? പടച്ചവനെ, എല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് രോഗസന്ദർശനത്തിനായിരുന്നു. അന്ന് സുബഹിയുടെ മുമ്പ് ആര് പോകാനാ? എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. എല്ലാവരും അബൂബക്കർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, രോഗസന്ദർശനം നടത്തിയത് ഞാനാണ്. സഹാബാക്കൾക്ക് അത്ഭുതമായി. സുബഹിക്ക് മുമ്പേ രോഗസന്ദർശനമോ? സുബഹിക്ക് മുമ്പേ രോഗസന്ദർശനമോ? സ്വഹാബത്തിന്റെ മുഖത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അബൂബക്കറേ, ഒന്ന് വിശദീകരിക്കുമോ? നീ ആരെയാണ് രോഗസന്ദർശനം നടത്തിയത്? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ സമ്പന്നനായ സ്വഹാബിയാണ്. ആ സ്വഹാബി ഇശാ നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കാല് തെറ്റിയിട്ട് വീണ് നബിയേ
അവിടുന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് തെറ്റിയിട്ട് താഴെ വീണു. വല്ലാത്ത വേദനയും മുറിവുമാണ്. അതുകൊണ്ട് പടച്ചവനെ സുബഹിക്ക് മുമ്പേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് രോഗസന്ദർശനം നടത്തിയിട്ടാണ് മുത്തുനബിയുടെ പള്ളിയിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ, അപ്പോഴാണ് പലരും അറിയുന്നത് സുബഹിക്ക് മുമ്പേ പോയി രോഗസന്ദർശനം നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മൂന്നാമത് ചോദിക്കുന്നു, സ്വഹാബാ, ആരാണിന്ന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? ആരാണിന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? പടച്ചവനെ, എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ. നമ്മൾ ചിന്തിക്കണം, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. കാരണം എല്ലാരും പോയി സന്ദർശനം നടത്തും, അവരൊക്കെ സുബഹി കഴിഞ്ഞിട്ടാ പോകണേ. ഈ സഹാബിക്ക് സുബഹിക്ക് മുമ്പേ പോയി കണ്ടിട്ട് വന്നിരിക്കാം. അപ്പൊ എല്ലാ കാര്യത്തിലും അബൂബക്കർ മുന്നില്. സഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു വാശിയില്ല. അത് നന്മ ചെയ്യുന്നതിലുള്ള ഒരു അസൂയയാണല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയണേ. മൂന്നാമത് പ്രവാചകൻ ചോദിച്ചു, ആരാ ഇന്ന് സുബഹിയുടെ സമയം ആരാ ഇന്ന് സദക്ക കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്? എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാം. അപ്പോഴും കൈവക്കുന്ന മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോഴും അബൂബക്കർ തങ്ങൾ കൈവക്ക, അനയാ റസൂലല്ലാഹ്. അവിടെ നിന്ന് പറഞ്ഞു കഴിയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമർ തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്. അവിടെന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാ സഹാബത്തിനും അറിയാം, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറയുകയാണ്, നബിയേ, ഒരാഴ്ചയായിട്ട് അബൂബക്കറും അബൂബക്കറിന്റെ കുടുംബവും പട്ടിണിയാണെന്ന് ഇരിക്കുന്ന ഏത് സഹാബിയോട് ചോദിച്ചാലും അറിയാം. പിന്നെങ്ങനാ നബിയേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, അബൂബക്കറേ, ഒന്ന് വിശദീകരിച്ചു കൊടുക്ക അബൂബക്കറേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അവിടെന്ന് പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് രോഗസന്ദർശനത്തിന് വേണ്ടി അവിടെന്ന് ഇറങ്ങുമ്പോ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ ഇരുന്നിട്ട് യാചിക്കുകയാ. ആരാണെന്നറിയുന്നില്ല. ആ മനുഷ്യൻ പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ? അല്ലാഹുവേ, പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് അബൂബക്കർ തങ്ങളോടൊരു മനുഷ്യൻ അവിടെന്ന് യാചിക്കുകയാ. പക്ഷേ കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങൾ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒന്നും കയ്യിൽ കൊടുക്കാനില്ലല്ലോ. അബൂബക്കർ തങ്ങൾ വളരെ വേദനയോടുകൂടിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. പടച്ചവനെ, കാലിന് മുറിവ് പറ്റിയിട്ട് കിടക്കുന്ന സ്വഹാബി അബൂബക്കർ തങ്ങളുടെ കോലം കണ്ടപ്പോ, ആ തളർന്നിരിക്കുന്ന ശരീരം കണ്ടപ്പോ അവിടുന്ന് വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് പറഞ്ഞു, എന്തൊരു കോലമാ അബൂബക്കർ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, പട്ടിണിയല്ലേ അബൂബക്കർ? എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഒരു റൊട്ടിയുടെ പകുതിയുണ്ടല്ലോ, ഒരു റൊട്ടിയുടെ പകുതി എടുത്തു. എന്നിട്ട് പറഞ്ഞ്, എന്നെക്കാലും ആവശ്യക്കാരൻ നീയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായല്ലോ, എന്തെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കയ്യിൽ ഒരു റൊട്ടി വെച്ച് കൊടുത്തപ്പോ, ഒരു റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണം എടുത്തിട്ട് തന്റെ മടിയിലിരിക്കുന്ന തന്റെ വസ്ത്രത്തിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിക്കുകയാ, എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ
ലജ്ജയാണോ അബൂബക്കറെ? ഞാൻ നന്നാ കഴിക്കത്തില്ലേ? ഞാൻ തന്നാ നീ ഭക്ഷണം കഴിക്കത്തില്ലേ? എന്തേ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ പറയുകയാ, വരുന്ന വഴിയിൽ പള്ളിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടൊരു പാവപ്പെട്ടവൻ എന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് യാചിച്ചു. കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു, ഇത് അവന് കൊടുക്കാനുള്ളതാണ്. പടച്ചവരെ ഇറങ്ങി ഓടുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ ഓടിച്ചെന്നിട്ട് പള്ളിയുടെ വെളിയിലിരിക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് അവിടുന്ന് കഥാ കഴിക്കാനുള്ള ഭക്ഷണമായി അവിടുന്ന് കിട്ടിയ ആ റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുമ്പോ സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. എല്ലാരും പരാജയപ്പെട്ടു പോയി. എല്ലാവരും അബൂബക്കറിന്റെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയി. എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളങ്ങനാട്. പടച്ചവനെ, അബൂബക്കർ ജീവിക്കുന്നത് തന്നെ മുത്തുനബിക്ക് വേണ്ടിയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു കാര്യത്തിലും പടച്ചവനെ മുന്നോട്ടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കാൻ പടച്ച റബ്ബേ ദീനിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ചോദിച്ചാലും മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏത് കാര്യത്തിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് വെച്ചിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തന്റെ സർവ്വ സമ്പാദ്യവും കൊണ്ടുപോയിട്ട് പ്രവാചകൻ കൊടുത്തു. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല. അബൂ ഖുഹാഫ അവിടുന്ന് മുസ്ലിമായിട്ടില്ല. അബൂബക്കർ എല്ലാം കൊണ്ടുപോയി കൊടുത്തെന്നറിഞ്ഞപ്പോ വളരെ ദേഷ്യത്തോടു കൂടി വീട്ടിൽ കയറി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അസ്മാ റളിയല്ലാഹു തആല രണ്ടുപേരും വീട്ടിലുണ്ട്, ഭാര്യയും മകളും. വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുക, മരുമോളോട് ചോദിച്ചു, എല്ലാം കൊണ്ടുപോയില്ലേ? എല്ലാം കൊണ്ടുപോയി അവൻ. നിങ്ങൾക്കൊന്നും വെച്ചിട്ടില്ലേ? എല്ലാം കൊണ്ടുപോയില്ലേ? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയും മകളും കൂടെ ഒരു സഞ്ചി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ഇതാ ഇത്ര ഇവിടെ വെച്ചിട്ടാ പോയെ. ഒരു സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് പറയാ, എല്ലാം ഒന്നും കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് ഇത്രയും തന്നിട്ടാ പോയെ. എന്തായിരുന്നു അതിനകത്ത്? കല്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടുത്തിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്ര ഇവിടെ വെച്ചു, എല്ലാം ഒന്നും കൊണ്ടുപോയില്ല, ഈ കാണുന്ന സഞ്ചി ഇവിടെ വെച്ചിട്ടാ പോയെ. അദ്ദേഹം നോക്കിയപ്പോ വിചാരിച്ചു പൈസയാണെന്ന്. ചരൽക്കല്ലുകൾ വാരിയിട്ടിരുന്നു, അതായിരുന്നു അവരുടെ മക്കള്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയും മകളും അങ്ങനെ ആയിരുന്നു. നമ്മുടെ ആണെങ്കിലും സ്വന്തം പെറ്റതള്ളക്ക് 500 രൂപ കൊടുത്താൽ അവിടെ അടിയാ. സ്വന്തം ഭാര്യ കൂടപ്പുറപ്പുകൾക്ക് കൊടുത്താൽ അവിടെയും വഴക്കും ബഹളവും. ഇപ്പൊ ഇനി പള്ളിയുടെ പണി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വീട്ടിൽ പോയിട്ട് പറയാ, അമിന ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് ആ മൗലിദിനുള്ള ചീരടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് മനുഷ്യന് ജോലിയും കൂലിയില്ല, ചോദിക്കണേ ഇല്ലപ്പാ, അങ്ങനല്ലേ? എന്തെല്ലാം വെടികൊണ്ടവര് ഇരിക്കണേ. അതന്നെ നിങ്ങൾ പറഞ്ഞ ഞാൻ നിഷേധിക്കൂ? വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു നോക്ക്, പള്ളിയുടെ പണിക്ക് വേണ്ടി ഞാനൊരു 5000 രൂപ കൊടുത്തു. ഇപ്പൊ പെണ്ണുമ്പിള്ള ആദ്യം ചോദിക്കുക, ജോലിയും കൂലിയും ഒന്നുമില്ല, ആകെ പ്രതിസന്ധിയായി, ഈ സമയത്താണോ കൊടുക്കണേ? എന്നാൽ ചില പെണ്ണുങ്ങൾ പറയും, അൽഹംദുലില്ലാ, നല്ലത് പള്ളിക്കല്ലേ കൊടുത്തേ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ദുആ ചെയ്യും, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അവിടുന്ന് അമ്മായപ്പം വന്നിട്ട് ചോദിക്കുക, ഭർത്താവ് മൊത്തവും ദീനിന് കൊടുത്തില്ലേ, മുഹമ്മദിന് കൊണ്ടുപോയില്ലേ, നിനക്കൊന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ചാക്കിനകത്ത് കല്ല് നിറച്ച സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയാ, ഇത്ര ഇവിടെ വെച്ചിട്ടാ പോയി, എല്ലാം കൊണ്ടുപോയില്ല. അതായിരുന്നു അന്നത്തെ പെണ്ണുങ്ങൾ. ഇന്നത്തെ പെണ്ണുങ്ങളുടെ കാര്യം പുതിയ നിയമം വരുന്നു. ഇനി പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 21 വയസ്സ്. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതാ. 8ന്റെ പണി അങ്ങനല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൽ ഞാൻ ചിന്തിക്കുമ്പോ കോടതി ചെല്ലും, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയിട്ട് കോടതി ചെല്ലുമ്പോ കോടതി ചോദിക്കും, ആരോട് പോകണം? 18 വയസ്സായില്ലേ, പ്രായപൂർത്തിയായി, അവന്റെ കൂടെ, തന്തയും തള്ളയും വേണ്ട, ഇവന്റെ കൂടെ പൊക്കോ. കാരണം എന്തേ? 18 വയസ്സായി, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാമല്ലോ, പൊക്കോ. രജിസ്റ്റർ വിവാഹം, ഒളിച്ചോടി പോയി. ഈ എല്ലാത്തിന്റെയും പണി തീർന്നില്ലേ? എല്ലാത്തിന്റെ മണി. പെൺമക്കളുള്ള വാപ്പാമാര് അടുത്ത നിയമം നവംബറിലെങ്ങാണ്ട് വരുന്നല്ലേ, ഇന്നലെ അവൻ പറഞ്ഞു. അതിനോടുകൂടി എല്ലാത്തിന്റെയും. പിന്നെ നിങ്ങൾ വിചാരിച്ചോ ഓസിന് സ്വർഗത്തിൽ പോകാന്ന്? അല്ല പറഞ്ഞെന്തെന്നറിയോ? മുത്തുനബിയുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ആരെന്നറിയോ?
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരനാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു 2 പെമ്മക്കളെ കൊടുത്തു. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു 2 പെമ്മക്കളെ കൊടുത്തു. ആ 2 പെമ്മക്കളെ നല്ലതുപോലെ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് പോയവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, സദക്ക ചെയ്തവനല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 പെമ്മക്കളെ നേരെ ചൊവ്വ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ വെറുതെ കിട്ടുവോ സ്വർഗം? 21 വയസ്സ് വരെ സക്കറാത്തിന്റെ വരി വലിക്കണം. ഒന്നിനെ നേരെ ഒരെണ്ണത്തിന്. പടച്ചവനെ, ഇന്നത്തെ പെമ്പിള്ളാരൊക്കെ ഒരു 18 തികയാൻ വേണ്ടി വാപ്പമാര് വിടുന്ന പാടൊന്ന് കെട്ടിച്ചു വിടാൻ വളരെ പ്രയാസം. ഇപ്പൊ ഇനി എല്ലാത്തിന്റെയും അഹങ്കാരമൊക്കെ തീരുമല്ലോ. ഇനിയിപ്പൊ എന്തായാലും 21 ആയാലല്ലേ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് ഈ രജിസ്റ്റർ ഒന്നും നടക്കത്തില്ലായിരിക്കില്ലേ? നിങ്ങളുടെ ഷോട്ടിലെ കമ്മിറ്റിയിലൊക്കെ ഇനിയിപ്പോ എന്താ മേടിക്കാൻ? എന്താപ്പാ എന്ത് ജീവിതം, അടിയും ബഹളവും. ഈ അടുത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. വിവാഹ ജീവിതത്തിന്റെ വിലയും ഗുണമൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരുണ്ട്. ഈ അടുത്ത് നടന്ന ഒരു സംഭവം, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വിട്ടു. സ്ഥലമൊന്നും ഞാൻ പറയണില്ല, ദൈവല്ലേപ്പാ, അടിയെതിരെ വരുന്ന അറിയില്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകൊച്ചു കുളിക്കാൻ പോകുമ്പോ ഒരു സോപ്പ് കൊണ്ടുപോകും. കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു സോപ്പുമായിട്ട് കുളിപ്പരയെ പോകും, കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് തെറ്റാണോ? നിങ്ങൾ പറ, ഇത് തെറ്റാണോ? ആ പെൺകുട്ടി ഇങ്ങനെ എന്നും കുളിക്കാൻ പോകുമ്പോ സോപ്പ് കൊണ്ടുപോകും, കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയണോ? ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. പിന്നെ ചോദ്യമായി, എന്താ ഇവിടെ ആർക്കെങ്കിലും പകരുന്ന രോഗമുണ്ടോ? നീ സോപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇപ്പൊ കൊച്ചു വീട്ടില. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കഴിഞ്ഞു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുളിക്കാൻ കൊണ്ടുപോയ സോപ്പ് തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുവച്ചു. അത് പറഞ്ഞു 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 എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നാ തീരാനുള്ളതും. എത്ര വലിയ വിഷയമാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ തീർന്നു സർവ്വ അടിയും ബഹളവും. പക്ഷെ സമ്മതിക്കൂലല്ലോ. ആര്? സ്വന്തം ബാപ്പായുമായി, സ്വന്തം മാതാപിതാക്കൾ തന്നെ. പെൺകുട്ടിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല, സംസാരിക്കാൻ പോലും അവകാശമില്ലല്ലോ. പിന്നെ സംസാരിക്കുന്നതൊക്കെ ഇവരൊക്കെ. ആ പാവത്തിന്റെ ജീവിതം പോകുന്നു. എത്രയോ മക്കൾ യതീമികളായി പോകുന്നു. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ വിലയും ഏറ്റവും ശൈത്താന് വളരെ സന്തോഷമാണ്. ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാക്ക് സംഭവിക്കുമ്പോഴാണ്. ആ തലാക്ക് സംഭവിക്കുന്ന സമയം ഇബ്ലീസിന് വലിയ സന്തോഷം. അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്ന. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞു, തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കരുതെന്ന്. കാരണം എന്ത്? അത് അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമല്ലോ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന കാര്യങ്ങളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളപ്പം ചോദിക്കൂ, ഉസ്താദെ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുമ്പിള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണോ? അല്ലേ? ചിലരുടെ നോട്ടം കാണുമ്പോ, ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോ ബന്ധപ്പെടിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. എപ്പോഴും അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ, നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്കൊരവസരം കൊടുക്കുക, അവളുടെ കൂടെ ജീവിക്ക്. നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറഞ്ഞത്, എടാ, ഭാര്യയുടെ പീഡനം, അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക്. നിനക്ക് എന്തിനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു, ഭർത്താവ് അല്ലാഹുവേ 2-3 മക്കളായി പോയി, കുടിയന, അടിക്കും, ബഹളമാണ്, സമാധാനമില്ല, എന്ത് ചെയ്യാനാ ഉസ്താദെ? ക്ഷമിക്കു പെങ്ങളെ. അല്ലാഹു നിനക്ക് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫിർഔൻ, അവൻ ആരാന്നറിയാലോ? അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം, സ്നേഹവും എല്ലാ കാര്യങ്ങളും. പിന്നെ കുടുംബ ജീവിതത്തിൽ അടിയുമ്പോൾ ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കും, അത്ര തന്നെ. പക്ഷെ അതൊക്കെ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് അവസാനം തലാഖിൽ വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തന്റെ പൊന്നാര മകള് അവിടെ നിന്ന് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാ പോയെ, ഒന്നുമില്ലായിരുന്നു സഹോദരങ്ങളെ. എല്ലാം അള്ളാന്റെ ദീനിന് വേണ്ടി, എല്ലാം പടച്ച റബ്ബേ മുത്തുനബിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും വല്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ സ്വഹാബിയോട് വല്ലാത്ത സ്നേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അബൂബക്കറിന്റെ മനസ്സ് വേദനിക്കുന്നത് പോലും പ്രവാചകന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരിക്കലതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ കണ്ണുമായി കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് നിറകണ്ണുകളോട് വളരെ പ്രയാസത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂബക്കറേ, എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ കരയുകയാണോ? എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പിണങ്ങി. കൂട്ടുകാരാണല്ലോ, രണ്ടുപേരും സഹാബികളാണല്ലോ. അവിടെ നിന്ന് രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പരസ്പരം പിണക്കമായി. രണ്ടുപേരും മിണ്ടാതായി. അബൂബക്കർ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് പടച്ചവനെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി, ആ ഒരു ചെറിയ പിണക്കം മാറ്റാൻ അബൂബക്കർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സലാം അടക്കി. പക്ഷേ ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല. അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. അവിടെ നിന്ന് വീട് വിട്ടിറങ്ങി വരികയാണ്. അവിടെ നിന്ന് വീട് വിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മടങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായി. എന്റെ വീട്ടിൽ വന്നല്ലോ, എന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞല്ലോ, എന്നിട്ട് പോലും എനിക്ക് അവനോട് മിണ്ടാൻ പറ്റിയില്ലല്ലോ. അബൂബക്കറിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങി ഓടുകയാണ്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുമ്പോ വീട്ടുകാര് പറഞ്ഞു, ഇവിടെ വന്നില്ല. പിന്നെ അബൂബക്കർ എവിടെ പോയെന്നറിയാ? ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. ഉമറിന്റെ വീട്ടിൽ പോയി ഞാൻ സലാം പറഞ്ഞിട്ട് പോലും, ഞാൻ അവിടെ പോയി തെറ്റിദ്ധാരണ മാറ്റിയിട്ട് പോലും എന്നോട് മിണ്ടുന്നില്ലെന്ന് പ്രവാചകനോട് അബൂബക്കർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ. ഉമർ തങ്ങൾ ഓടി വരുമ്പോ പടച്ചവനെ, മുത്തുനബിയുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമെല്ലാം അല്ലാതെ ചുമന്നിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പോലും പേടിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് തന്റെ മുട്ടുകുത്തി മുത്തുനബിയുടെ മുന്നിലിരുന്നു. മുട്ടുകുത്തിയിട്ട പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ
എന്റെ കയ്യിലാണ് നബിയേ തെറ്റ്, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ, എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും സ്നേഹമായിരുന്നു അബൂബക്കറിനോട്, വല്ലാത്ത സ്നേഹമായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം അങ്ങനായിരുന്നു. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടുന്ന് മുത്തുനബിയുടെ ചാരത്ത് വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പരസ്പരം പിണങ്ങുന്നവരാ. നമ്മുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞാൽ, ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാലും നമ്മളിൽ ചിലര് ക്ഷമിക്കാൻ തയ്യാറല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു ഹദീസ് പഠിച്ചോ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, നീ പൊരുത്തപ്പെട്, നീ പൊരുത്തപ്പെട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, അവൻ പൊരുത്തപ്പെടാൻ, അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. എന്നാ ചിലരെന്തേ പറയാ, വാശി വിട്ടുകൊടുക്കൂല. ഇനി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, പോടാ, ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നല്ലതുപോലെ ഓർക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരാള് നമ്മുടെ മല്ലം യുഖബ്ബൽ ഉർഫ്, അവിടെ നിന്ന് ഒരാള് വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, കാദിബൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ, അവൻ സത്യം പറയട്ടെ, എന്തും പറയട്ടെ, ഒരാള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. അത് കള്ളമാകട്ടെ, സത്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല, മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല. ഇനി ആരൊക്കെ അവന് വേണ്ടി എന്റെ അടുത്ത് എന്തു പറഞ്ഞാലും പോയി വാശി എങ്കിലും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ. തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് അവന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പ് പറഞ്ഞിട്ടും ക്ഷമിച്ചു കൊടുക്കാത്തവനെ, പൊരുത്തപ്പെട്ട് കൊടുക്കാത്തവനെ അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ പരലോകത്ത് പടച്ചവന് അല്ലാഹുവേ, മുത്തുനബിയുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അതാ വെള്ളമുണ്ടല്ലോ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ പറഞ്ഞു തന്ന ഹൗദുൽ കൗസർ അത് സ്വർഗ്ഗത്തിലല്ല സഹോദരാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം സ്വർഗ്ഗത്തിൽ കിട്ടുന്നതല്ല, അത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബിന്റെ ഭയാനകമായ മഹ്ശറയിൽ വെച്ച് മുത്തുനബി കോരിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ അവിടെയാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു ജാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ ചെമ്പിന്റെ തറയിലെ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ, വല്ലാത്ത ചൂടിന്റെ അകത്ത് കടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ മുഴുവൻ ദാഹിച്ചു വലയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളമം കോരി കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ, തന്റെ ദാസന്മാർക്ക് കൊടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, തെറ്റ് ചെയ്തിട്ട് തന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം കൊടുക്കാൻ കഴിയാത്തവര്, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയാത്തവര്, ഈഗോ കാരണം, നിന്റെ ഈഗോ കാരണം ഒന്ന് പരിഗണന കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലുൽ കൗസറിന്റെ ചാരത്ത് പോലും നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ, ഒരുത്തൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് എന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടത്, അവൻ കള്ളം പറയട്ടെ സത്യം പറയട്ടെ, വന്ന് ചോദിച്ചാ പൊരുത്തപ്പെട്ടേക്കണം. ഇല്ല, ഞാൻ പൊരുത്തപ്പെടൂല, മരിച്ചാലും പൊരുത്തപ്പെടൂല, പള്ളിപ്പറമ്പിൽ പോയാലും പൊരുത്തപ്പെടൂല, പോടാന്ന് പറഞ്ഞ് കളിയാക്കിയാൽ നാളെ അള്ളാന്റെ ഹൗദിൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലുൽ കൗസറിന്റെ ചാരത്ത് നമ്മൾ ആട്ടിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഗുണമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യുക. കരുണമല്ലാതെ കാരുണ്യം, വിട്ടുവീഴ്ച ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഏതൊരു കാര്യങ്ങൾക്കും വേണ്ടി വല്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സഹാബി, മുത്തുനബിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ, പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന സ്വർഗ്ഗവ ഞാനും നിങ്ങളും ചോദിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേരാ സദഖ കൊടുക്കുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാ. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരിക്കലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. അവിടെ നിന്ന് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കരിമ്പടം പൊതച്ചുകൊണ്ടാ വന്നേ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നത് ഒരു കരിമ്പടമും പൊതച്ചുകൊണ്ടാ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ജിബ്രീൽ എന്നിങ്ങനെ വരിക? കരിമ്പടവും പൊതച്ചുകൊണ്ട് വരാൻ അവിടുത്തെ കാരണം എന്തേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ പോയിട്ട് ഒരു സദഖ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വീടിന്റെ മുന്നിൽ പോയി ഒരു സദഖ ചോദിച്ചപ്പോ ആകെ ഉള്ളത് പടച്ചവനെ ഇട്ടിരിക്കണ വസ്ത്രവും ഒരു ചെറിയ ഒരു പടയങ്കി പോലെ എന്തോ ഒരു സാധനം, ആകെ അതേ ഉള്ളൂ. ഇട്ടിരിക്കുന്ന വസ്ത്രവും വേറെ പുതയ്ക്കാനുള്ള ഒരു പുതപ്പ്, ഒരു പടയങ്കി, അങ്ങനെയുള്ള ഏതോ ഒരു സാധനം, ഒരു പഴക്കം ചെന്ന ഒരു തുണി, ഇത് രണ്ടുമേ ആകെ വീടിന്റെ അകത്തുള്ളൂ. അപ്പോഴാ വെളിയിൽ വന്നിട്ടൊരു മനുഷ്യൻ കൈനീട്ടുന്നേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ വെറും കൈയോടുകൂടി മടക്കാൻ മനസ്സില്ലാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് ആ പടയങ്കി എടുത്ത് ധരിച്ചു. ഇട്ടിരുന്ന വസ്ത്രം നമ്മൾ ഇട്ടിരുന്ന ഒന്നും ഊരണ്ട, അലമാരിക്കകത്തുനിന്ന് 10 രൂപ എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരു പാവപ്പെട്ട, വേണ്ടടോ, വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് പിരിവുണ്ട്. ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ ഒരൊറ്റ കൈയിടല, എന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിലെ കിളി ഇങ്ങനെ ബാഗ് കുലുക്കണ പോലെ ഒരു കുലുക്ക ചില്ലറ അടിയെന്നെടുക്കാൻ. നമ്മളങ്ങനത്തെ ടീമാണ്. ആണല്ലോ, അയാൾ ഇങ്ങനെ ഉണ്ടല്ലോ, ബാഗ് കുടിച്ചിട്ട് കുലുക്ക, ഇങ്ങനെ അടിയിൽ വല്ല ചില്ലറയുണ്ടോ. ഇതുപോലെ 100 1000 1000 ഇല്ലല്ലോ പറഞ്ഞവനെ, 2000 ആണല്ലോ, അത് നിരോധിച്ചില്ലേപ്പാ, ഇല്ലേ? 2000 നോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പോയി, ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോക്കറ്റിട്ട് ഇങ്ങനെ കുലുക്കി നോക്കും, ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ അത് സൗണ്ട് കേൾക്കാം. ചില മഹാന്മാര് പിന്നെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ബക്കറ്റിന് അതോട്ട് കൈയിടും. എന്നിട്ട് ചിലര് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നറിയും, ഇങ്ങനെ പൈസ എടുത്ത് അതിനകത്തിട്ടിട്ട് അതിനകത്തുനിന്ന് ചില്ലറ എടുക്കാം. 500ന്റെ നോട്ടായിരിക്കും ഇടുന്നത്, അതാ ചില്ലറ എടുക്കണേ. അല്ലാഹു അഅലം. എവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ 50 രൂപ ഇട്ടിട്ട് 40 തിരിച്ചു തരാൻ. എന്റെ കണ്ണ് കണ്ട ഒരാള് ബക്കറ്റ് 40 ഇങ്ങ് തിരിച്ചു തരാൻ. എടാ പഹയ 50 രൂപ ഇട്ട് കൊടുത്തൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം ഊരി അവന് കൊടുത്തു, പുറത്തിക്കണ പാവപ്പെട്ടവന്. എന്നിട്ടിങ്ങനെ തീ കീറിപ്പറിഞ്ഞ തുണിയും പൊതച്ച് വീട്ടിലിരിക്ക. അള്ളാഹുവേ, ഈ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും കരഞ്ഞുപോയി. ഈ രംഗം കണ്ടിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും കരഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നപ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും കീറിപ്പറഞ്ഞ ഒരു വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എത്ര പറഞ്ഞാലും മഹാന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആകെ നമുക്ക് 1 മണിക്കൂറാവുള്ളേ. ഈ 1 മണിക്കൂറിനുള്ള നമ്മൾ ഇതൊക്കെയല്ലേ പറ്റൂ. നമ്മുടെ സമയം വളരെ കുറവാണല്ലോ.
ആ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം. ചുമ്മാതൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബികൾ ആ മഹാന്റെ ഗുണങ്ങൾ എന്തായിരുന്നു അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് പലതും നമുക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എത്ര കൊച്ചു കുട്ടികളൊക്കെ നബിദിനം കടന്നു വരുമ്പോൾ പ്രസംഗിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജ്റ പോകുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറഞ്ഞു, നബിയെ ഗുഹയ്ക്കകത്ത് കയറാൻ വരട്ടെ, അവിടെ നിക്ക്. ആദ്യം ഗുഹയ്ക്കകത്ത് പോയിട്ട് ഗുഹയൊക്കെ നോക്കാം. എല്ലാം ഇങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് പടച്ചവനെ പൊത്തുകളെല്ലാം ഇങ്ങനെ അടയ്ക്കുകയാ. അവസാനം ഒരു പൊത്ത് ബാക്കി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടയ്ക്കാനൊന്നുമില്ലാതെ കന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ മടിയിൽ കിടത്തിയ സഹാബി, തന്റെ മടിയിൽ തന്റെ കാലിലേക്ക് പാമ്പ് കൊത്തിയപ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ പാമ്പിന്റെ കടി, ആ പാമ്പിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ആ പാമ്പിനും പറയാൻ ഒരു വലിയ ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്ന പാമ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാഹുവിനോട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വന്നതാ. ഈ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ വന്നിരിക്കുമെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ട് കൊല്ലങ്ങളായിട്ട് മുത്തുനബി വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയുള്ള പാമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിനകത്തേക്ക് കയറി വന്നപ്പോ, ആ ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നപ്പോ കാത്തു വർഷങ്ങളായിരുന്നിട്ട് അവസാനം മുത്തുനബിയെ കാണാൻ അവസരം കിട്ടിയപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കാലിന്റെ വിരൽ വെച്ച് അടച്ചു വെച്ചിരിക്കണേ, പിന്നെ കൊത്താതിരിക്കോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികൾ ഒരു പാട്ട് പാടുന്നത് പോലെ അതിനെക്കുറിച്ചൊരു പാട്ട് തന്നെയുണ്ട്. ആ പാട്ടിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ പാമ്പ് കുത്തുമ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ വിളിച്ചില്ല. കാരണം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ ഉറങ്ങല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങല്ലേ. ഉറങ്ങുന്ന നബി എങ്ങനെ ഉണർത്തും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര്, വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുനീര് താഴെ വീണപ്പോഴാ മുത്തുനബി പോലും ഉണർന്നെന്ന് പറയുമ്പോ അതായിരുന്നു പ്രവാചകനോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ഹിജ്റയ്ക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് പറഞ്ഞു, നടക്കണ്ട നബിയേ, നടന്നു കഴിഞ്ഞാൽ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരും. എന്റെ ചുമലിൽ കേറി നബിയേ, എന്റെ ചുമലിൽ കേറി നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ സാധാരണ നടക്കുന്നത് പോലെയല്ല. ഒരു കാലം അങ്ങോട്ട് വെക്കും, മറുകാല് തിരിച്ചു വെക്കും. ഇങ്ങനെ പ്രവാചകനെ ചുമലിൽ കയറ്റിയിട്ടാണ് അബൂബക്കർ തങ്ങൾ കൊണ്ടുപോയതെന്ന് ചരിത്രം പറയുമ്പോ അവര് രണ്ടുപേരും വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ വഫാത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഫാത്തായത് 63-ാമത്തെ വയസ്സിലാ. അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. പ്രവാചകനും വഫാത്തായത് പനി പിടിച്ചിട്ടായിരുന്നു. പക്ഷേ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളും പനി പിടിച്ചിട്ടാ മരണപ്പെട്ടത് 63-ാമത്തെ വയസ്സിലാ. അല്ലാഹുവിന്റെ പ്രവാചകന് 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും 63-ാമത്തെ വയസ്സിൽ പനി പിടിച്ചിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, അവിടുന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മരണത്തിന്റെ അവസാനത്തെ സമയമാണ്, മരണത്തിന്റെ അവസാന സമയമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ മുഖം ഇങ്ങനെ മറച്ചിട്ടിരിക്കുകയാ. മരിക്കുന്നതിന് മുമ്പേ തുണി കൊണ്ട് മുഖം ഇങ്ങനെ മറച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹദി ആയിഷ, അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ അതാ മുഖത്ത് തുണിയിട്ടുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്ന വാപ്പയെ കാണുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പിതാവിന്റെ ചാരത്ത് പോയിരുന്നിട്ടൊരു പാട്ട് പാടുകയാ, ഒരു കവിത ചൊല്ലിക്കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ആയിഷ എന്ന പ്രിയപ്പെട്ട പൊന്നാര മകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. അന്ന് ആയിഷ ബീവിക്ക് 20 വയസ്സുണ്ട്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് മരണപ്പെടുമ്പോ ആയിഷ ബീവിക്ക് 20 വയസ്സ്. 20 വയസ്സുള്ള പൊന്നമോള് തന്റെ പിതാവിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്നൊരു പാട്ട് പാടുകയാണ്, ഒരു കവിത ചൊല്ലുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, നിങ്ങൾക്ക് പകരം വെക്കാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ. ഒരു മകൾക്ക് വാപ്പ വാപ്പയാണ്, ആ വാപ്പയ്ക്ക് പോയല്ലോ, പകരം പറയാ പിന്നെ ആരുമില്ലല്ലോ. ആയിഷ ബീവി വല്ലാത്ത വിഷമത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്തിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, മരിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഖത്ത് മുടിയിട്ടിരിക്കുകയാണ്, മുഖത്ത് തുണി ഇങ്ങനെ മൂടിയിട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുകയാണ്. തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് അവിടെന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് അവിടെന്ന് പറഞ്ഞു, മോളെ അങ്ങനെയല്ല, മോളെ അങ്ങനെയല്ല, സക്റത്തുൽ മൗത്ത്. തന്റെ പൊന്നാര മകളോട് ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് മാ കുന്തു മിൻഹു തഹീദ്. എവിടെ ഓടിയാൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് നീ ഓടി രക്ഷപ്പെട്ടാൽ മരണം അവസാനം നിന്നെ തേടി വരുമെന്ന ഖുർആനായത്ത് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്തിരുന്നിട്ട് പറഞ്ഞു, വാപ്പാ, അല്ലാഹുവേ, നിങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ടായിരുന്നല്ലോ. മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്താ മഴ കിട്ടുമായിരുന്നല്ലോ. വാപ്പാ, നിങ്ങൾ യതീമീങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ, വിധവകളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചാരത്തിരുന്നിട്ടൊരു മകള് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ യതീമിനെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു ചരിത്രം അറിയുമല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ ദിവസം നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു യതീമായ കുട്ടി ഇരുന്ന് കരഞ്ഞ കഥയറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പുതിയ വസ്ത്രമില്ലല്ലോ, എന്നെ കുളിപ്പിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് ഭക്ഷണം മാറിത്തരാൻ ആരുമില്ലല്ലോ. പെരുന്നാളിന്റെ ദിവസം മരുഭൂമിയുടെ ഒരു സൈഡിൽ ഇരുന്ന് കരയുന്ന ഒരു പൊന്നുമോന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണുമ്പോൾ ആ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇവനെ കുളിപ്പിച്ച് നല്ലതുപോലെ ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിക്ക്, ഞാനുണ്ടടാ മോനെ, നിന്റെ വാപ്പയായിട്ട് ഞാനുണ്ട് എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ആ പൊന്നുമോനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പൊന്നുമോനെ 2 വർഷമാണ് നോക്കിയത്. 2 വർഷം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. 2 കൊല്ലം കഴിഞ്ഞപ്പോ പ്രവാചകൻ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഈ പൊന്നുമോന് മരുഭൂമിയിൽ നിന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ പൊന്നുമകൻ മരുഭൂമിയിൽ നിന്ന് പൊട്ടിക്കരയുകയാ. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, മോനെ, നീ എന്തിനാ കരയുന്നത്? എന്റെ വാപ്പ മരണപ്പെട്ടു, എന്റെ വാപ്പ മരണപ്പെട്ടു. മുത്തുനബിയാണ് എന്നെ നോക്കിയിരുന്നത്, ആ പ്രവാചകനും പോയല്ലോ, ഇനി എനിക്കാരാണുള്ളത്, ഇനി എനിക്കാരാണുള്ളത്?
പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം മരുഭൂമിയിൽ നിന്ന് മണ്ണ് വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമകന്റെ കൈവിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനുണ്ടടാ, ഈ അബൂബക്കർ ഉണ്ട്, നീ ഞാൻ മരിക്കുന്ന കാലം വരെ നോക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് യതീമീങ്ങളെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പൊന്നാര മകൾ വന്നിട്ട് വാപ്പയുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ, വാപ്പാ നിങ്ങൾ മുത്തുനബിയുടെ കൂട്ടുകാരനാണ്, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമായിരുന്നല്ലോ, നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിക്കുമല്ലോ, നിങ്ങൾ വിധവകളെ സ്നേഹിക്കുന്ന ആളായിരുന്നല്ലോ. അവിടെ നിന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, മോളെ ആയിഷ അങ്ങനെ പറയല്ലേ ആയിഷ, യതീമീങ്ങളെ വിധവകളെ പോറ്റിയത് ഞാനായിരുന്നില്ല ആയിഷ, അങ്ങനെ പറയല്ലേ. ദാക റസൂലുള്ളാഹ്, യതീമീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മുത്തുനബിയാ, യതീമീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മുത്തുനബിയാ, വിധവകളെ സഹായിച്ചിരുന്നത് മുത്തുനബിയാ. എന്റെ പേര് പറയല്ലേ, എന്റെ പേര് പറയല്ലേ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകളായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഈ കിടക്കുന്ന വസ്ത്രം എടുത്തു കൊണ്ടുപോയി കഴുകു പൊന്നുമോളെ. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ തൊട്ടു മുമ്പ് പറയുകയാ, ഈ ഇരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയി കഴുകുമോള്, ഈ ഇരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയി കഴുകുമോള്, ഇത് ഉണക്കിയിട്ട് ഈ വസ്ത്രം കഴുകി ഉണക്കു പൊന്നുമോളെ, ഇതിനകത്ത് വേണം എന്റെ മയ്യത്ത് പൊതിയാൻ, ഇതിനകത്ത് വേണം ഈ കീറിപ്പറഞ്ഞ വസ്ത്രത്തിൽ വേണം എന്റെ മയ്യത്ത് പൊതിയാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ പുതിയ തുണിയിലല്ലേ കഫൻ പൊതിയേണ്ടത്, ഒരു നല്ല വസ്ത്രത്തിലല്ലേ കഫൻ പൊതിയേണ്ടത്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തന്റെ പൊന്നാര മകളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫഇന്ന ഹയ്യന ഇലാ ജദീദ് അഹ്വജു മിൻ മയ്യിത്. മോളെ, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയ വസ്ത്രം, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയ വസ്ത്രം, മരിച്ചവനെന്തിനാ പൊന്നുമോളെ പുതിയ വസ്ത്രം, മരണപ്പെട്ടവനെന്തിനാ പുതിയ ജോഡി വസ്ത്രം എന്തിനാ? ഈ കീറി പറഞ്ഞത് കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞാ മതി, ഈ പഴയ വസ്ത്രം കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞാ മതി. പടച്ചവരെ തന്റെ പൊന്നുമകളോട് വസിയ്യത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ പൊന്നുമകളോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുകയാ. പടച്ചവനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ട് അവിടെ നിന്നറിഞ്ഞു സഹാബത്ത് മുഴുവനും ഓടി വരികയാണ്. അബൂബക്കർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. വഫാത്തിന്റെ അവസാന സമയമാണ്. സ്വഹാബികൾ മുഴുവനും ചോദിക്കുന്നു, തങ്ങളെ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ തങ്ങളെ. മരണത്തോട് മല്ലടിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ പോയിട്ടൊരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, സഹാബാ എന്റെ ഡോക്ടർ വന്നെന്നെ ചികിത്സിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഡോക്ടറെ കൊണ്ടുവരണ്ട, നിങ്ങളൊരു വൈദ്യനെയും കൊണ്ടുവരണ്ട, നോക്കണ്ടവൻ വന്ന് നോക്കിക്കഴിഞ്ഞു, എന്നെ നോക്കണ്ട ആള് വന്ന് നോക്കിക്കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കർ തങ്ങളെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുവോ? ഈ അവസാന സമയം ലോകത്ത് നിന്ന് യാത്ര പറയുന്ന
പറയുന്ന അവസാന സമയം എന്തെങ്കിലും ഒരു ഉപദേശം ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ട് ഉപദേശമാ കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്നവര് ലോകത്ത് കടന്നു വരുന്ന അവസാന മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന രണ്ട് ഉപദേശമാ. ആ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുവോ സഹാബാ? അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, പണവും സമ്പാദ്യവുമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് തരും. പക്ഷേ നിങ്ങളതിൽ കുറച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ കുറച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം സഹോദരാ. ദുനിയാവില് സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല, സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല. പടച്ചവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കു സഹോദരാ. എന്നിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മറന്നു പോകരുത്, മറന്നു പോകരുത്. ഈ 10 മണി സമയത്ത് ഇവിടെ വന്നിരിക്കുന്നവരോട് പറയുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്ത് സ്വഹാബത്തിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാ, സുബഹി നമസ്കാരം കളയാക്കല്ലേ. അബൂബക്കർ തങ്ങൾ മരിക്കുന്ന അവസാന സമയം മുത്തുനബിയും അത് തന്നെയല്ലേ പറഞ്ഞത്? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. എന്തേ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യമാണ് മുത്തുനബി ഓർമ്മപ്പെടുത്തിയത്. അബൂബക്കർ തങ്ങൾ പനി പിടിച്ചിട്ട് 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന അവസാന സമയത്ത് സുബ്ഹാനല്ലാഹ്, മഹാനവറുകളും അവിടെ നിന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ, സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാഹ്, പടച്ചവനെ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ യാതൊരു പേടിയും വേണ്ട. സുബഹി കിട്ടിയവൻ രക്ഷപ്പെട്ടു, സുബഹി നമസ്കരിച്ചവൻ രക്ഷപ്പെട്ടു. കാരണം ഫീ ദിമ്മത്തില്ലാഹ്, അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കും. സഹാബാ, മുത്തുനബിയല്ലേ പറഞ്ഞത്? സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ദിവസം സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അവൻ യാതൊന്നിനെയും ഭയപ്പെടണ്ട. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. കാരണം സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവന് വേദനിപ്പിച്ചാൽ നാളെ മുഖം കുത്തിയവനായ രീതിയിൽ അല്ലാഹു നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ, ആ എടുത്ത മനുഷ്യരെ പിന്നെ വേദനിപ്പിച്ചാൽ, അവനെ പരിഹസിച്ചാൽ, അവനെ വേദനിപ്പിച്ചാൽ അവനെ അല്ലാഹു നാളെ മുഖം കുത്തിയ രീതിയിൽ നരകത്തിലെത്തിക്കുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത രണ്ട് ഉപദേശത്തിൽ ഒരു ഉപദേശം നമസ്കാരത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് മരണത്തോടടുക്കുമ്പോ എല്ലാവരോടും പറഞ്ഞു, സ്വഹാബാ, ഞാൻ
ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോകണേ. മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇമാം റാസി തങ്ങളാ പറയുന്നത് അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ ചാരത്ത് നിങ്ങളൊരു കുഴിയെടുക്കണം. എന്നെ ഖബറടക്കുന്നതിന് വേണ്ടി, ഒരു കഥ കുഴിച്ചിടുന്നതിന് വേണ്ടി നിങ്ങളൊരു ഖബറെടുക്കണം. എന്നിട്ട് എന്റെ മയ്യത്ത് മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് എന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം, നബിയേ, ഇവിടെ ഖബറടക്കിയോട്ടെ, അബൂബക്കറിനെ ഇവിടെ ഖബറടക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ പോയി നിന്ന് ചോദിക്കണം. മറുപടി വന്നാൽ എന്നെ അവിടെ ഖബറടക്കണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം തന്നാൽ നിങ്ങൾ അവിടെ ഖബറടക്കണേ, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ട് എന്നെ ഖബറടക്കണേ സഹാബാ. മഹാനവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെ വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബേ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുകയാ. എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ചിരിക്കുന്ന മുഖത്തോട് കാണുന്നവർ മുഴുവനും അവിടെ അത്ഭുതപ്പെടുന്ന രീതിയിൽ അല്ലാ, മരണമെന്ന് പറഞ്ഞാൽ അതാ സഹോദരാ, മരണമെന്ന് പറഞ്ഞാൽ അന്തല്ലദീ വലദതു ഉമ്മുക ബഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ മരണം കാണണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കിയാ മതി. അല്ലാഹുവേ, ചുണ്ടില് പുഞ്ചിരി കണ്ടാൽ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്ക്, അവന്റെ ചുണ്ടിലെങ്ങാണം ഒരു പുഞ്ചിരി കണ്ടാൽ അവൻ ഈമാനുള്ള മരണമാ, അത് ഈമാനുള്ള